പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്ത് ഒരു ഭക്ഷണ സമയത്തും ഭക്ഷണം എടുക്കുന്ന സമയത്തും നമ്മൾ അസിസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഇഷ്ടങ്ങൾ ചോദിച്ചറിയുകയും കുഞ്ഞിനോട് സംസാരിക്കുകയും ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അതാണല്ലോ ആഗ്രഹിക്കുന്നത്. അല്ലെ വല്ല ഹിമാലയത്ത് പോയി താമസിച്ചാൽ പോരെ. അതിൽ വാല്യൂ, ആ ഒരു വാല്യൂ അവിടെ ഡെലിവറി വർക്കേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതെ, അവിടെ അതിനേക്കാളും ബെറ്റർ ടീമുണ്ട്. കാരണം പേയ്മെന്റും അവിടെ കൂടുതലായിരുന്നു അല്ലേ, റിസോർട്ടിൽ കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഹിൽട്ടണിൽ അവിടുത്തെ ടീം മെമ്പേഴ്സ് ഡെലിവർ ചെയ്തിട്ടുള്ള ആ വാല്യൂ ഉണ്ടല്ലോ, ഇത് നമ്മുടെ തട്ടുകടയിലാണെങ്കിലും നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. തട്ടുകടയാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. അതേ വാല്യൂ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. വെറും അതിന്റെ റിട്ടേൺസ് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പലപ്പോഴും ആ ഡിഫറൻസ് കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ചില മാർക്കറ്റിൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ മാർക്കറ്റിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് ചുറ്റുപുറവും ഒരേ ഷോപ്പുകളാണ്. ഒരേ മൊബൈൽ ഷോപ്പാണെങ്കിൽ നിറച്ച് ഇവിടെ എല്ലാം അങ്ങനെ സൂക്കാണല്ലോ. ചില ഷോപ്പിനകത്ത് മാത്രം കാണാൻ തിരക്ക്, മറ്റുള്ളിടത്ത് കാണാൻ ആൾ വെറുതെ ഇരിക്കുന്നു. നീ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഇവിടെ തിരക്കാണ്, എന്നാൽ അപ്പുറത്ത് വെറുതെ ഇരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് കയറി നോക്കി. കയറുമ്പോൾ എന്തായിരിക്കും എന്നറിയോ, അവരിങ്ങനെ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് നമ്മൾ കയറി ചെന്നെങ്കിൽ ഇയാളിപ്പോൾ കയറി വരാൻ കണ്ടൊരു നേരം ആരുമില്ല. ഒരാളാണ് കയറി ചെന്നാൽ അങ്ങനെയാണ് ഇവർ സ്വീകരിക്കാൻ പോകുന്നത്. പിന്നെ എങ്ങനെ വേറൊരാൾ അങ്ങോട്ട് കയറും? അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്തുകൊണ്ട് നമ്മളെ ഷോപ്പിൽ തിരക്കില്ല അല്ലേ, എന്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിൽ തിരക്കുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കാരണക്കാരൻ അവിടെ ഉള്ളവരാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മലപ്പുറത്തുള്ള ഹോട്ടൽ ഡെലീഷ്യ. നിങ്ങൾ ഉച്ചയ്ക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹോട്ടൽ ഡെലീഷ്യയുടെ ഓണർ ആളുകളോട് വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യും. എല്ലാവരോടും ഹൈ പറയും, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ബില്ലിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിലുള്ള സമയത്തായിരുന്നു ബില്ലിങ്ങിൻ്റെ അവിടെ ആയിരുന്നു ഇരുന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകളോട് എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം, എന്തെങ്കിലും നന്നാക്കണ്ടോ, ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഒരു ചോദ്യം ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു മെത്തഡോളജി, അതാണ് എനിക്ക് തോന്നുന്നു ഡെലീഷ്യയെ ഇന്നത്തെ ഡെലീഷ്യ. നിങ്ങൾ അങ്ങോട്ട് വീണ്ടും ആ ഒരു ഹായ്, അതുകൊണ്ടല്ലേ നിങ്ങൾ ആ പേര് വരെ പറയുന്നില്ല. അപ്പൊ ഡെലീഷ്യ എന്ന അവിടുത്തെ ഓണർ എന്നും അറിയാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ട് ഈ ഒരു നമ്മളൊരു പ്രോഗ്രാമിൽ പോലും ധൈര്യത്തോടെ ആ പേര് പറയുന്നത്? ഹമീദൊക്കെയാണ് അതിന്റെ ഓണർ. അതൊക്കെ ചോദിച്ചറിഞ്ഞതായിരിക്കും ഇങ്ങനെയൊക്കെ ഇടപാട് കാണുമ്പോൾ. ഞങ്ങളുടെ ക്ലൈന്റ് ആണ്, എനിക്ക് ക്ലൈന്റ് ആയിട്ട് അറിയാം. പക്ഷെ അറിയുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശ്രദ്ധ കൊണ്ടാണ് എനിക്ക് ക്ലൈന്റ് ആക്കാൻ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞു തന്നത് എന്താ അറിയോ, അങ്ങനെ ആവുമ്പോഴേ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെക്കുറിച്ച് ചോദിക്കൂ, ആരാണ് ഇങ്ങനെ ഇത്ര ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കൂ. നാളെ നമ്മൾ പോയാലും ഇങ്ങനെ ഒരു കൾച്ചർ ഇവിടെ നിലനിൽക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അതുവഴി ഓർക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ ബിസിനസ്മാൻമാർ ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ല കൾച്ചർ എപ്പോഴും പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം. ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട്, സുഹൃത്തായി പരിഗണിച്ചുകൊണ്ട്, ആ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ കാണിച്ചു കൊടുത്തു നോക്കൂ, അവർ തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക്, ഇത് പ്രായ വ്യത്യാസമില്ല എന്ന് പറയുന്ന പോലെ വലുപ്പച്ചെറുപ്പമില്ലാതെ ഏത് ബിസിനസ്സുകാരനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന പൂജ്യം ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്. അതെ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ആണ് അറിയാം, ഇതാണ് വേണ്ടതെന്ന് അറിയാം, ഒക്കെ അറിഞ്ഞിട്ടും നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിനറിയാം, ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തോ ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്നില്ലേ, ഇത് ചെയ്യാതിരിക്കാൻ നമ്മളെ പല സാഹചര്യങ്ങളും ഉണ്ട്. അതിന് ഇമ്പോർട്ടൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലതും വിലപ്പെട്ടതാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് വിലയില്ലാതെ കാണുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ അതിന് എന്ന് വില കൊടുത്ത്, പലപ്പോഴും നമ്മളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ റിസൾട്ട് കാണുമ്പോഴേ നമ്മൾ കൺവിൻസ്ഡ് ആവുള്ളൂ. മനസ്സിലായില്ലേ? റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ, അവർ റിസൾട്ട് കണ്ടിട്ടല്ല, അവരത് റിസ്ക് എടുക്കുകയാണ്. ഞാൻ ബി ദ ചേഞ്ച് എന്ന് പറയും. യു ചേഞ്ച് അക്കോർഡിംഗ്ലി എന്നുള്ളതല്ല, ബി ദ ചേഞ്ച് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലുള്ള ആളുകൾ പലപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ്. അവരുടെ എക്സ്പെക്റ്റേഷൻ മാത്രമാണത്, അല്ലാതെ റിസൾട്ട് കണ്ടിട്ടല്ല. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. റിസൾട്ട് കണ്ടുകൊണ്ടല്ല, റിസൾട്ട് രണ്ടാമതാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ രാജു പറയുമ്പോൾ എനിക്കൊരു സംശയം പോലെ ഞാൻ ചോദിക്കാം.
ഇപ്പോൾ നമ്മളൊരു ടീം പക്ഷേ കാര്യങ്ങൾ പറയുന്നു, ഈ കൾച്ചർ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇന്നതാണ് സിസ്റ്റം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു, നിരന്തരമായി ട്രെയിനിങ്ങുകൾ നടക്കുന്നു, ഇതെന്താണ് ചെയ്യാത്തതെന്നുള്ള ചോദ്യങ്ങൾ നടക്കുന്നു, ഒക്കെ ചെയ്യുമ്പോഴും ഇവിടെ ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണോ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായ മെഷർമെൻറ്റ്, ഇത് ചെയ്താൽ ഇത്ര, ഇത് ചെയ്തില്ലെങ്കിൽ ഇതിവിടെ നടന്നേ പറ്റൂ, 100% ഇതിവിടെ നടന്നേ പറ്റൂ, അതിന് താഴേക്ക് വന്നാൽ ഫൈന് എന്ന രീതിയിലാണോ അത് കറക്റ്റ് ചെയ്യേണ്ടത്, അതോ ഇവരെങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്?